നമസ്കാരം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിനെതിരായ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് പട്ടേൽ ചൌക്കിൽ 144 അഥവാ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. മാത്രമല്ല, ദില്ലി മെട്രോ സ്റ്റേഷൻ ഗേറ്റുകൾ അടച്ചതായി ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചിട്ടുമുണ്ട്. ലോക് കല്യാൺ മാർഗ് സ്റ്റേഷനാണ് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിലവിൽ അടച്ചിരിക്കുന്നത്. പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, മെട്രോ സ്റ്റേഷനുകളിലേക്കുള്ള പ്രവേശനം ഉൾപ്പെടെ നിരോധിച്ചിട്ടുമുണ്ട്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനാൽ തന്നെ 5 മിനിറ്റിനുള്ളിൽ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകണമെന്ന ഒരു ആവശ്യം പോലീസ് മുന്നോട്ട് വെച്ചിരുന്നു. കൂട്ടം കൂടാനോ പ്രതിഷേധിക്കാനോ ഉള്ള അനുമതി ഇവിടെയില്ല. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും അക്രമാസക്തരായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വലിയ തോതിലുള്ള സംഘർഷ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കാരണം കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ പ്രവർത്തകരും ഇതേ സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെയും BJPയുടെയും വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ ഒരു പ്രദേശത്ത് മാത്രമേ 144 പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഈ സ്ഥിതിഗതികൾ കൂടുതൽ മോശമാവുകയാണെങ്കിൽ ദില്ലിയിൽ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.